വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർ വാതക പ്രയോഗിക്കാൻ ഉത്തരവ് നൽകിയത്? ആരാണ് രാജ്യത്തിന്റെ തെരുവുകളിലൂടെ കുട്ടികളെ വലിച്ചിഴയ്ക്കാൻ അധികാരം നൽകിയത്? പെല്ലറ്റ് കണ്ണുകൾ കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട കുട്ടിയുടെ ചോദ്യത്തിന് നൽകാനുള്ള ഉത്തരം ഏതു പുസ്തകത്തിലാണ് കുറിച്ചു വെച്ചിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾ രാജ്യത്തിന്റെ സഭാ കവാടങ്ങളിൽ മുഴങ്ങിക്കേട്ടത് കഴിഞ്ഞ 18 ദിവസങ്ങളിലാണ്. അന്നൊന്നും എത്താതെ സഭയുടെ അവസാന ദിവസമായ ഇന്ന് തല താഴ്ത്തി കമായൊന്നൊരക്ഷരം ഉരിയാടാതെ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 18 ദിവസമായി ഒളിച്ചു നടന്ന അമിത്ഷാ 19ാം ദിവസമാണ് പാർലമെന്റ് കവാടത്തിന് മുന്നിൽ കാലുകുത്തുന്നത്. അതും പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമായിരുന്നത് കൊണ്ട് മാത്രം. മറുപടി പറയാനില്ല, തല ഉയർത്തി നോക്കാൻ പോലും തയ്യാറാകാതെയാണ് അമിത്ഷാ സഭാ നടപടികളിൽ വന്നു പോയത്. വെറും 7 മിനിറ്റ് മാത്രമായിരുന്നു അമിത്ഷായെ ഇന്ന് സഭയിൽ കണ്ടത്. വന്ദേ മാതരം ആലാപനത്തിനു ശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. ഈ കഴിഞ്ഞ 18 ദിവസം രാജ്യത്തെ പ്രതിപക്ഷവും ജനവും ഒരുപോലെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ, ഒന്ന് മൂളുക പോലും ചെയ്യാതെ സഭാ നടപടികൾക്ക് കർട്ടൻ വീഴുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ജന്തർ മന്ദറിൽ സമരത്തിന്റെ 2ാം ഭാഗം തുടങ്ങാൻ CJP കോപ്പുകൂട്ടുമ്പോൾ ആരെങ്കിലും എഴുതി തന്ന 4 വരിയിൽ ഈ ജനരോക്ഷത്തെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാരിനെ കൊണ്ടോ കേന്ദ്ര മന്ത്രിമാരെ കൊണ്ടോ ഇനിയാകില്ല. ഡൽഹിയിലെ നാരായണിയിൽ നടത്താനിരുന്ന CJP പ്രവർത്തകരുടെ യോഗം അവസാന നിമിഷം റദ്ദാക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് ദീപ്ക ഈ പ്രഖ്യാപനം നടത്തിയത്. ഭരണകക്ഷിയായ BJPയുടെ കടുത്ത സമ്മർദ്ദവും ഭീഷണിയും മൂലമാണ് ബാങ്കറ്റ് ഹാള് ഉടമ ബുക്കിംഗ് റദ്ദാക്കിയത്. ഇനിയും അടിച്ചമർത്തൽ തുടരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് CJP സമരത്തിന്റെ 2ാം ഭാഗത്തിന് ആഹ്വാനം നൽകിയത്. ഒളിച്ചോടി അമിത്ഷായ്ക്ക് വേണ്ടി പ്രതിപക്ഷം മുറവിളി കൂട്ടുമ്പോഴും ഈ 18 ദിവസം എന്തായിരുന്നു പാർലമെന്റിൽ സംഭവിച്ചതെന്ന് നോക്കാം. BJP സർക്കാരിനും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് ലോക്സഭയിലും രാജ്യസഭയിലും അരങ്ങേറിയത്. ജൂലൈ 20-ന് സമ്മേളനം ആരംഭിച്ചതു മുതൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമവും അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങളും ഉയർത്തി പ്രതിപക്ഷം BJP സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കി. അയോധ്യ ഫണ്ട് തട്ടിപ്പിനെ പരിഹസിച്ചുകൊണ്ട് പാർലമെന്റിലെ മകരദ്വാറിന് മുന്നിൽ പപ്പു യാദവ് MP കാവി വസ്ത്രവും ധരിച്ച ഒരു പൂജാരിയുടെ വേഷത്തിൽ എത്തുകയും ഒരു സംഭാവന പെട്ടിയുമായി പാർലമെന്റ് പടികളിൽ ഇരുന്ന അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ പെട്ടിയിലേക്ക് പണം നിക്ഷേപിക്കുകയും തുടർന്ന് ആ പണം പൂജാരിയുടെ വേഷത്തിലുള്ള പപ്പു യാദവ് സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രതീകാത്മക തെരുവു നാടകം അവതരിപ്പിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള MP-മാർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. പിന്നീട് BJP സർക്കാർ ചെയ്തത് അയോധ്യ കൊള്ളയെ കുറിച്ച് പ്രതിപക്ഷത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കട്ടക്കലിപ്പിൽ MP-മാർക്ക് നേരെ ചാടുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും സഭയിൽ കാണാനായി. സമരക്കാരായ വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ ഉത്തരവിട്ടത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നും സഭയിൽ ഹാജരാകാതിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തി മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ട് അമിത്ഷായെ തേടി എന്ന മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷം ഇരു സഭകളും നിരന്തരം സ്തംഭിപ്പിച്ചു. കനത്ത ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ തനിക്ക് ഒളിക്കാൻ ഒന്നുമില്ലെന്നും നീറ്റ് സമരത്തെ കുറിച്ച് ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും സർക്കാർ തയ്യാറാണെന്നും സ്പീക്കർക്ക് കത്ത് നൽകിക്കൊണ്ട് അമിത്ഷാ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. എന്നാൽ തങ്ങൾക്ക് അമിത്ഷായുടെ വെറും പ്രഭാഷണമോ ഉപദേശങ്ങളോ അല്ല വേണ്ടതെന്നും വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കൃത്യമായ ഉത്തരമാണ് ആവശ്യമെന്നും വ്യക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ചർച്ചയ്ക്കുള്ള നിർദ്ദേശം തള്ളിക്കളഞ്ഞു. ഇത്തരത്തിൽ ഭരണ പ്രതിപക്ഷ വാഗ്ദാനങ്ങൾ മുറുകിയ സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലും നിർണായകമായ പല നീക്കങ്ങളും ഉണ്ടായി. BJP സർക്കാർ കൊണ്ടുവന്ന കടുത്ത നിയന്ത്രണങ്ങളുള്ള വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ, അതായത് FCRA ബില്ല് പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ശബ്ദ വോട്ടോടെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ സർക്കാർ നിർബന്ധിതരായി. വിദേശത്തു നിന്ന് ലഭിക്കുന്ന ധനസഹായങ്ങളുടെ വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണമെങ്കിലും സത്യത്തിൽ അതിന്റെ മറുവശം മറ്റൊന്നാണ്. ഈ നിയമം രാജ്യത്തെ NGO-കളെയും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ സ്ഥാപനങ്ങളെയും
ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആശുപത്രികളും സ്കൂളുകളും പോലുള്ള വലിയ ആസ്തികൾ സാങ്കേതിക കാരണങ്ങളാൽ ലൈസൻസ് റദ്ദാക്കപ്പെടുമ്പോൾ സർക്കാർ അതോറിറ്റിക്ക് നേരിട്ട് കണ്ടുകെട്ടാൻ അധികാരം നൽകുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നതാണ് സത്യാവസ്ഥ. രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതിനെതിരെ കോടതിയെ സമീപിക്കാൻ വ്യവസ്ഥയില്ലെന്നതും ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്നതും ബില്ലിന്റെ ഇരുണ്ട വശമാണ്. അതിനെയാണ് BJP വെച്ചുവാഴിക്കാൻ നോക്കുന്നത്. കൂടാതെ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതിയുടെ നിർണായക റിപ്പോർട്ട് ഇരു സഭകളുടെയും മേശപ്പുറത്ത് വെച്ചു. സമ്മേളനത്തിന്റെ അവസാന നാളുകളിൽ രാജ്യസഭയിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ ഹാവൻ ശുദ്ധീകരണ വിവാദത്തെ ചൊല്ലി വലിയ തർക്കമുണ്ടാവുകയും പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ മാപ്പ് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ബഹളങ്ങൾക്കിടയിലും കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാനുള്ള ഔദ്യോഗിക ബില്ലും NCDC ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി. സഭയുടെ അവസാന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ലോക്സഭയിൽ എത്തിയെങ്കിലും ഇതിനിടയിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നത് രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ നിയമമായി മാറിയത് മുതലെടുത്ത കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മറ്റ് ചർച്ചകളൊന്നും കൂടാതെ വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് മൺസൂൺ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 18 അടവുകളും പയറ്റി തോറ്റ സഭയിൽ മാത്രം മനഃപൂർവ്വം എത്തിയില്ലെന്നത് തെളിയിക്കുന്ന ചില രംഗങ്ങളും ഇതിനിടയ്ക്ക് വാർത്തകളിൽ ഇടം പിടിച്ചു. ശരത് പവാറിന്റെ കൊച്ചുമകളുടെ കല്യാണ വേദിയിലായിരുന്നു പാർലമെന്റിൽ മുങ്ങി നടന്ന അമിത്ഷാ പൊങ്ങിയത്. തിങ്കളാഴ്ച മുംബൈയിൽ സുപ്രിയ സുലെയുടെ മകൾ രേവതി സുലെയുടെ വിവാഹ സൽക്കാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് ഉൾപ്പെടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തിരുന്നു. ജനങ്ങളുടെ പ്രതിനിധികൾ സഭയ്ക്കകത്ത് നാടിന്റെ പൊള്ളുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി. നീതിക്ക് വേണ്ടി അലമുറയിടുന്ന ജനങ്ങളുടെ ശബ്ദം സഭയുടെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ച് 18 ദിവസങ്ങളായിരുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആവർത്തിച്ച് ചോദിച്ചു, എവിടെ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എവിടെയെന്ന്, എന്തുകൊണ്ട് അദ്ദേഹം സഭയിൽ വരുന്നില്ല എന്ന്. ജനങ്ങൾ ഉന്നയിക്കുന്ന തീക്ഷ്ണമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ കസേര എന്തുകൊണ്ട് 18 ദിവസവും ഒഴിഞ്ഞു കിടന്നു എന്ന്. ഈ ചോദ്യങ്ങളെല്ലാം ബാക്കിയാക്കി സഭ പിരിയുമ്പോൾ ഈ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളോട് എന്ത് ഉത്തരവാദിത്വമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് ചിന്തിച്ചു പോവുകയാണ്. ജനങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്ന് സത്യത്തിന്റെ നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ആഭ്യന്തരമന്ത്രി ഒളിച്ചോടുകയായിരുന്നു. 18 ദിവസത്തെ മൗനത്തിനും ഒളിച്ചുകളിക്കും ഒടുവിൽ സമ്മേളനത്തിന്റെ അവസാന ദിവസം മാത്രമാണ് അദ്ദേഹം ലോക്സഭയിൽ കടന്നു വന്നത്. ജനാധിപത്യപരമായ കടമ നിറവേറ്റലല്ല, മറിച്ച് കേവലം ഒരു രാഷ്ട്രീയ നാടകമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വില കുറഞ്ഞ നീക്കം മാത്രം. രാജ്യസഭയിലെ അതിരൂക്ഷമായ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ഭയം കൊണ്ട് ഒഴിഞ്ഞു മാറുകയും പ്രതിപക്ഷത്തെയും രാജ്യസഭയെയും അപമാനിച്ചുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്നും വീണ്ടും തെന്നി മാറാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ജനാധിപത്യ സംവിധാനങ്ങളെയും സഭയുടെ അന്തസ്സിനെയും കാറ്റിൽ പറത്തുന്ന ഈ നിലപാട് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഓരോ ഇന്ത്യൻ പൗരനും മനസ്സിലുറപ്പിക്കേണ്ടത്. ശക്തമായ പ്രതിഷേധം അത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം പറയുന്നത് വരെ ചോദ്യം ചോദിക്കുമെന്ന തീരുമാനം മനസ്സിലുറപ്പിക്കണം.